ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരാളെയും കൂടി നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമ്മുടെ ഷോപ്പിലെ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് സന്ദീച്ചി. നിങ്ങൾ കൂടുതൽ ജിജീനെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ സന്ദീച്ചി നമ്മുടെ ഷോപ്പിൽ കുറച്ച് നാളേ ആയുള്ളൂ, പക്ഷേ എന്നാലും അടിപൊളിയാണ് സന്ദീച്ചി. അപ്പോൾ സന്ദീച്ചിയുടെ മോനെയാണ് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. പേരെന്താണ്? സനു ബിജു. സനൂപ്. ഓക്കെ, സനൂപ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പട്ടം സെന്റ് മേരീസ്. പട്ടം സെന്റ് മേരീസിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം സനൂപ് നന്നായിട്ട് പാട്ടൊക്കെ പാടും. കുറച്ച് ടെൻഷനുണ്ട്, പക്ഷെ നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം. അപ്പോൾ സനൂപിൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, റിലാക്സ് ചെയ്ത് പാടിയാൽ മതി. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ, മഴയത്തും വെയിലത്തും പോകരുത് നീ, നാടിൻ്റെ വെട്ടം കളയരുത്. മഴയത്തും വെയിലത്തും പോകരുത് നീ, നാടിൻ്റെ വെട്ടം കളയരുത്. നിഴലുപോൽ പറ്റിയിട്ടും കൂടെ നടന്നിട്ടും, നിഴലുപോൽ പറ്റിയിട്ടും കൂടെ നടന്നിട്ടും, നീ തന്ന വെട്ടം ഒരു ഉറുമ്പ് വെട്ടം. മിന്നാമിനുങ്ങേ. കൊള്ളാം, അടിപൊളി, നന്നായിട്ടുണ്ട് ഗൈസ്. നിങ്ങളെല്ലാവരും ക്ലാപ്പ് ചെയ്യൂ. ഓക്കെ, അപ്പം നന്നായിട്ട് പാടി. ഇനി ഒരു ഇംഗ്ലീഷ് പാട്ടും കൂടെ പാടുന്ന. നേരത്തെ പാടി ജസ്റ്റ് 2 ലൈൻസ് പറ്റും, പാടിക്കും. വേറെ പാട്ട് പാടാം. ഓ, പാടിക്കും. Okay, she keep crying, I was still a night. Day and night on my mind, cause I kill vibe. All I know, zero car right in the mind. Zero one and Raya, we got zero one and Daya. Don't under Raya, I'm a star Raya. He's so sad inside, what's up? We should say, feeling gonna, feeling great, Saya. He writes so much, I can know, say. അടിപൊളി. ഇത്രയും അറിയായിരുന്നിട്ടാണ് ഇച്ചിരി ഒന്നും അറിഞ്ഞിവിടെന്ന് പറഞ്ഞത്. നന്നായിട്ട് പാടി. എന്നെ കണ്ടെന്ന് ഈ പാട്ടൊന്നും പാടാൻ പറ്റില്ല, പക്ഷെ നല്ലതായിരുന്നു ഗൈസ്. ഒന്നും കൂടെ ഒരു ക്ലാപ്പ് കൊടുക്കുക കൊച്ചിന്. ഓക്കെ, നന്നായിട്ട് പാടി. അപ്പോൾ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ ഫ്രണ്ട്സിനെ നല്ലോണം മിസ് ചെയ്യണുണ്ട്. എല്ലാവരെയും മിസ് ചെയ്യുന്നടാ. ഇപ്പോൾ വെക്കേഷൻ സമയമാണല്ലോ. ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കറങ്ങി നടന്നേനെ. പയ്യപ്പോൾ രാവിലെ മുതൽ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ നമ്മൾ സന്ദീച്ചിയുടെ മോനെയാണ് കണ്ടതല്ലേ, അപ്പോൾ ഞാൻ സന്ദീച്ചിനെ കൂടെ നിങ്ങൾക്ക് മുമ്പിൽ തന്നെ കാണിക്കാമെന്ന്. നമ്മുടെ ഷോപ്പിൽ സ്ഥിരം വരുന്ന ഒത്തിരി കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഫെമിലിയർ ആയിരിക്കും സന്ദീച്ചി. അപ്പോൾ നേരെ നമുക്ക് സന്ദീച്ചിനെയും കൂടെ പരിചയപ്പെടാം. സന്ദീച്ചി, 2 വാക്ക് ഈ അവസരത്തിൽ. എങ്ങനെയുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? നല്ലതാണ്. ഓക്കെ, എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പിന്നെ മോനിപ്പോൾ പാടിയതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? സന്ദീച്ച് ഇത്ര എക്സ്പെക്ട് ചെയ്ത ഇങ്ങനെ പാടും? അവ ഇങ്ങനെ പാടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇംഗ്ലീഷ് പാട്ടൊക്കെ ഇങ്ങനെ പാടില്ല, അറിയില്ലായിരുന്നു. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. നമുക്കും അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും മോനെ പറ്റി 2 വാക്ക്? മഹാകുസൃതിയാണ്, കുറുമ്പനാണ്. ഇനി വേറെ എന്തെങ്കിലും? പിന്നെ ഇത് കുട്ടീനെ പറ്റി പരാതിയില്ല, നല്ലത് എന്തെങ്കിലും 2 വാക്ക്? നല്ല കുട്ടനാണ്. ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ. അത് ഒരു വലിയ ഭാഗ്യമാണ്. സാധാരണ അങ്ങനെ ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ട് അവൻ ഒരു 11:30-12 മണിയാവും കിടക്കുമ്പോൾ. എപ്പോഴും സ്കൂളുള്ള ദിവസം ഞാൻ പിന്നെ നേരത്തെ കിടത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സന്ദീച്ചിനെയും അതോടൊപ്പം തന്നെ സനിക്കുട്ടനെയൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പാടി സനു. ശരിക്കും ഇങ്ങനെ പാടാൻ പറയുമ്പോൾ എല്ലാവരും ഒന്നും പാടില്ല, പക്ഷെ ആ പാടാൻ കാണിച്ച മനസ്സ് ശരിക്കും അതെന്തായാലും നന്നായി. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ മെയിൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള ഞാൻ ഈ വേറെ ഇരിക്കുന്ന സെയിം പാറ്റേണും അതോടൊപ്പം തന്നെ 2 പാനൽ കട്ട് നമുക്ക് ഡെയിലി കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ നമുക്ക് ഉണ്ടായിരുന്ന ഫാബ്രിക്കിലും കൂടി നമ്മൾ ആ കുർത്തി ചെയ്തിട്ടുണ്ട്. നമുക്കത് ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പോൾ നേരെ നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. വരൂ. അപ്പോൾ ഇതിത്രയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്ന കളക്ഷൻസ് എന്ന് പറയുന്നത്. ജോർജറ്റിൽ തന്നെ 2 ഡിസൈൻസാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് അത്യാവശ്യം നല്ല വലിയ മിറേഴ്സാണ്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ശരിക്കുള്ള മിറേഴ്സ് തന്നെയാണോ? ശരിക്കുള്ള റിയൽ മിറർ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാർട്ടിലായിട്ട് നെറ്റാണ് കൊടുത്തിട്ടുള്ളത്.
പിന്നെ കട്ട് ബീഡ്സും സ്വീക്കൻസും മിറേഴ്സും ആണ്. 2 ടൈപ്പ് മിറേഴ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. സെയിം നെറ്റും എല്ലാം സെയിം ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വർക്കിലാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. മെയിൻലി കട്ട് ബീഡ്സും നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ലീഫി ഡിസൈൻസ്, അതോടൊപ്പം തന്നെ മിറേഴ്സും. പിന്നെ ഈ 2 പാനൽ കട്ട്സും ആണ് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് കാണിക്കുന്നത്. ബ്ലാക്കും ഒരു ബ്ലൂ ആൻഡ് റെഡ്. ഒത്തിരി പേര് ഡെയിലി ചോദിക്കുന്നു. അതുകൊണ്ട് നമുക്കിത് ലിമിറ്റഡ് പീസസ് മാത്രമേ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ കളക്ഷൻസ്. അപ്പോൾ ഇത് നമുക്ക് നേരെ ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്, നല്ലൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡാണ്. ലെങ്ത് വന്നിട്ട് 47 ലെങ്ത് ആണ് വരുന്നത്. വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ സൈഡ് സ്ലിറ്റ് ആണ്. പിന്നെ ഒത്തിരി പേര് കഴിഞ്ഞ തവണ ലൈനിങ്ങിൻ്റെ ലെങ്ത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് ഇത്തവണ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിൻ്റെ എൻ പാർട്ടിലായിട്ട് ഇതേ സെയിം നെറ്റിൻ്റെ തന്നെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു യോക്ക് ഏരിയ ആണ്. യോക്കിൽ നല്ല ഭംഗിയുള്ളൊരു നെറ്റും അതോടൊപ്പം തന്നെ അതിൻ്റെ വർക്കാണെങ്കിൽ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഫിനിഷിങ്ങിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ബാക്ക് വ്യൂ വരുന്നത്. അപ്പം എങ്ങനെയുണ്ട്? അപ്പം ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ അടുത്ത വർക്ക് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി നേരെ നമുക്ക് അടുത്ത കുർത്തിയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കുർത്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ വർക്ക് കാണാൻ നല്ല ഭംഗിയായിട്ട്, രണ്ടും അടിപൊളിയാണ്. എന്താ പറയുക, നല്ല ഷെയ്ഡാണ്, നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു ഷെയ്ഡാണ്. ഈ ഒരു പാർട്ടിലായിട്ട് മെയിൻലി കട്ട് ബീഡ്സ് നല്ല ഭംഗിയായിട്ട്, നല്ല ഷൈനിയാണ് കട്ട് ബീഡ്സും അതോടൊപ്പം തന്നെ മിറേഴ്സും ലീഫി ഡിസൈൻസും ആണ് ഇതിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പാർട്ടിലായിട്ട് മെയിൻലി നെറ്റാണ് വരുന്നത്. നമുക്ക് ഈ ഒരു കുർത്തിയും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് 47 ലെങ്ത് ആണ് വരുന്നത്. വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ഒരു ബോർഡർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു പാർട്ടിലെ നെറ്റും ഇത്രയും പോർഷനിൽ ഹാൻഡ് വർക്ക് ആണ് വരുന്നത്. വർക്ക് നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഈ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പാനൽ കട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പാനൽ കട്ട് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മുടെ കുറച്ച് ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കളക്ഷനാണ്. നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അധികം എൻക്വയറി വന്നിട്ടുണ്ടായിരുന്ന ഒരു പാനൽ കട്ടാണ്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിന് എൻ പാർട്ടിൽ യോക്കിൽ കൊടുത്തിരിക്കുന്ന സെയിം പാച്ചാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന പൈപ്പിംഗ് കൊടുത്തിട്ടാണ്. യോക്കിൽ നമ്മൾ നല്ലപോലെ തന്നെ ഹാൻഡ് വർക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. മെയിൻലി കട്ട് ബീഡ്സ് അതോടൊപ്പം തന്നെ മിറേഴ്സും ലീഫി ഡിസൈൻസും ഒക്കെയാണ് വരുന്നത്. പിന്നെ നെക്കും നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പാനൽ കട്ടിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. ഒത്തിരി പേർക്ക് പാനൽ കട്ട് എന്താണെന്ന് ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് അറിയില്ല. പാനൽ കട്ട് എന്ന് പറയുന്നത് ചെറിയ പീസ് ജോയിൻ ചെയ്തിട്ടാണ് പാനൽ കട്ട് ചെയ്യുന്നത്. 18 പീസ് പാനൽ കട്ടാണ്. അതോടൊപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്നതും പ്യുവർ കോട്ടണും ആയിട്ടുള്ള ഫാബ്രിക്കാണ് പാനൽ കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാനൽ കട്ട് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പാനൽ കട്ട് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പാനൽ കട്ട് എന്ന് പറയുന്നത്. ഇതും നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ബ്ലൂ ആൻഡ് ഡാർക്ക് മെറൂൺ. ഒത്തിരി കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു കുർത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് യോക്ക് പോർഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന പൈപ്പിംഗ് കൊടുത്തിട്ടാണ്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. യോക്കിൽ കൊടുത്തിട്ടുള്ള സെയിം പാച്ചാണ്. പിന്നെ നല്ല ഭംഗിയാണ്, ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി കിടക്കും. ഇതാണ് നമ്മുടെ പാനൽ കട്ടിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് ലിമിറ്റഡ് പീസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം അത്രയധികം നമുക്ക് എൻക്വയറി ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെയും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ്. അതോടൊപ്പം തന്നെ നമ്മുടെ സന്ധ്യേച്ചീനെയും നമ്മുടെ സനിക്കുട്ടിനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.